ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റൽ ഇഷ്യൂ ആണ്. നിങ്ങൾക്കറിയാം, ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അതായത് 10ഓളം തഹസീൽദാർമാരെ നിയമിച്ചിട്ട് അതിനുവേണ്ടിയുള്ള സ്ഥലം KP യോഹന്നാൻ്റെ ചെറുവള്ളി എസ്റ്റേറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് ലീഗലായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. കാരണം സുപ്രീം കോർട്ട് വരെ പോയ ഇഷ്യൂ ആണ്. അതിന് പെട്ടെന്ന് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് KP യോഹന്നാൻ്റെ ആ മാനേജ്മെൻറ്റ് പോയി അതിന് സ്റ്റേ വാങ്ങി. പിന്നെ സ്റ്റേ വെക്കേറ്റ് ചെയ്താൽ പോലും ഫർദറും അതിൻ്റെ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഗവൺമെൻറ് ലാൻഡാണോ അല്ലയോ എന്നുള്ള അതിൻ്റെ ഇഷ്യൂ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇതിന് പണം കൊടുത്തിട്ടാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഈ KP യോഹന്നാൻ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള തെളിവുണ്ട്. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. കാരണം ഈ രീതി നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറുവള്ളിയിൽ, അതായത് ഇപ്പോൾ ശബരിമലയായി ബന്ധപ്പെട്ട് ചെറുവള്ളി എസ്റ്റേറ്റിൽ എയർപോർട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വലിയ ലീഗൽ കോംപ്ലിക്കേഷൻ സംഭവമൊക്കെ. അപ്പോൾ ഗവൺമെൻറ് ആ സ്ഥലം പണം കൊടുത്ത് വാങ്ങിയാൽ തന്നെ പിന്നീട് ഒരു ചോദ്യമുണ്ട്. കാരണം പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ KP യോഹന്നാനെതിരെ അമേരിക്കയിൽ കേസ് നടന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ആ കേസ് വിധിക്കകത്ത്. അതായത് അവിടുന്ന് ഈ പണം പിരിച്ച് ഇന്ത്യയിൽ ചാരിറ്റി പ്രവർത്തനത്തിന് കൊണ്ടുവന്ന പണം സൈഫൺ ചെയ്തിട്ട് ഇതേപോലെയുള്ള എസ്റ്റേറ്റും പരിപാടിയും വാങ്ങി. അപ്പോൾ അതിന് KP യോഹന്നാനോട് ക്ഷമ ചോദിച്ചു, കാരണം തെറ്റ് കാണിച്ചു. സെയിം കേസ് കാനഡയിൽ നടക്കുന്നുണ്ട്, അതേപോലെ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസുകൾ വന്നു കഴിയുമ്പോൾ, അപ്പോൾ അന്ന് അമേരിക്കയിലുള്ള കേസ് KP യോഹന്നാൻ പണം അങ്ങോട്ട് കൊടുത്തിട്ട് തെറ്റ് സമ്മതിച്ചു എന്ന് പറഞ്ഞ് പണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് ആ കേസ് സെറ്റിലായത്. അപ്പോൾ ഈ കാനഡയിൽ നടക്കുന്ന കേസ് അപ്പോൾ എന്തുവാകും? അപ്പോൾ അതിനു വേണ്ടി ചിലപ്പം അവിടുത്തെ വിധി വന്നു കഴിയുമ്പോൾ KP യോഹന്നാൻ ഇവിടുത്തെ സ്ഥലം വിറ്റിട്ട് പണം കൊടുക്കാൻ പറയും. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങിയിട്ട് ഗവൺമെൻറ് അവിടെ എയർപോർട്ട് പണിയാൻ നടക്കുന്നൊരു സംഭവമല്ല. കാരണം ഫർദറും ഫ്യൂച്ചറിലും അതിന് ലീഗൽ കോംപ്ലിക്കേഷനുണ്ട്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ക്ലിയറൻസ് കിട്ടിയാൽ തന്നെ മറ്റുള്ള പല പ്രശ്നങ്ങളുണ്ട്, അത് ലീഗലായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് വലിയ ധാരണയൊന്നുമില്ല. കാരണം രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് KP യോഹന്നാൻ്റെ ഈ യഥാർത്ഥ ഉടമസ്ഥാവകാശം അത് സ്റ്റേറ്റിൻ്റെയാണ്, ഇത് ഇൻഡിവിജ്വലിൻ്റെ അല്ല. അപ്പം അത് ഇഷ്യൂ ആണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ അതിനേക്കാളും ഈ സ്ഥലം അക്വയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. ഇത്രയും പണം മുടക്കി അതിനേക്കാളും 4 ഇരട്ടി സ്ഥലമുണ്ട്. ഏകദേശം 4000 ഏക്കർ സ്ഥലമുണ്ട് പത്തനംതിട്ടയിൽ. കൊടുമൺ എന്ന് പറയുന്ന സംഭവം. കാരണം അവിടെ ഞാനിത് പോയി കണ്ടതാണ് ഈ സ്ഥലം. അവിടെയുള്ള 1-2 ആൾക്കാർ സുഹൃത്തുക്കൾ പറഞ്ഞ് ഈ സ്ഥലം നോക്ക്, ഇതെങ്ങനെ ഈ എയർപോർട്ടിന് പറ്റിയ സ്ഥലമാണോ എന്ന രീതിയിൽ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെയാണ് പ്രോപ്പർട്ടി. അതായത് ചന്ദനപ്പള്ളി എസ്റ്റേറ്റും കൊടുമൺ എസ്റ്റേറ്റും രണ്ടും അടുത്തടുത്ത് കിടക്കുകയാണ്. ഏകദേശം 4000 ഏക്കറുണ്ട്. കാരണം സ്ഥലവും കൂടുതലാണ്. ഇവിടുന്ന് ആരെയും ഗവൺമെൻറ് ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഗവൺമെൻറ് ലാൻഡാണ്. റബ്ബറിൻ്റെ ബിസിനസ്സാണെങ്കിൽ റബ്ബറിൻ്റെ ഈ പ്ലാന്റേഷൻ ആണെങ്കിൽ വലിയ നഷ്ടത്തിലുമാണ്. കാരണം ഗവൺമെൻറ് ഈ പറയുന്ന തൊഴിലാളികൾക്ക് പണം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഇഷ്യൂ ആണ്. ഈ പത്തനംതിട്ടയിൽ എയർപോർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഈ കൊടുമണ്ണിൽ, ഇതിൻ്റെ ഇത്രയും പ്രശ്നമൊന്നുമില്ല. കാരണം സ്ഥലം കൂടുതലുണ്ട് എങ്കിൽ ഇവിടെ ഏവിയേഷൻ ഹബ്ബ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ഏവിയേഷൻ ഹബ്ബ് എന്ന് ഉണ്ടാകുകയും ഇവിടെ നല്ല പോലെ 2 ഫ്ലൈറ്റുകൾ, അതായത് 2ഓളം റൺവേ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ 2ഓളം റൺവേ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആയിരിക്കും ഒരു എയർപോർട്ടിൽ 2ഓളം റൺവേ. പിന്നെ ഇത്രയും അധികം സ്ഥലവുമുണ്ട്. ഏകദേശം 4000 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഗവൺമെൻറ്റിന് ഏവിയേഷനുമായി ബന്ധപ്പെട്ട എക്കണോമിക് സോൺ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അത് സിവിലിയൻ എയർപോർട്ട് കൂടിയാണ്. അപ്പോൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട എക്കണോമിക് സോൺ ഉണ്ടാക്കുമ്പോൾ പല ഏവിയേഷൻ, ഇപ്പോൾ ബോയിങ് ആണെങ്കിലും എയർബസ് ആണെങ്കിലും ഇവർക്ക് റിപ്പയർ ചെയ്യാനും അതിനുശേഷം അത് പറത്തി നോക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ പല എയർപോർട്ടിന് സാധിക്കുന്നില്ല. കാരണം പല എയർപോർട്ടുകളും വളരെ ട്രാഫിക് വളരെ കൂടുതലാണ്. ഇതാണ് ഇത്രയും സ്ഥലമുണ്ട്,
2 റൺവേ ഉണ്ടെങ്കിൽ അവിടെ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹബ്ബ് ക്രിയേറ്റ് ചെയ്യാം. അതായത് അതിൻ്റെ പല കമ്പനികൾക്ക്, അതായത് ബോയിങ് ആണെങ്കിലും ഈ എയർബസ് ആണെങ്കിലും അതിൻ്റെ റിപ്പയറിങ് ഫെസിലിറ്റീസ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല സ്പെയർ പാർട്സും അതൊക്കെ ബന്ധപ്പെട്ട പല സംഭവങ്ങളും അവിടെ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അവിടെ 1.5 ലക്ഷം പേർക്ക് ഡയറക്റ്റ് ജോബ് കൊടുക്കാൻ സാധിക്കും, ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട്. കാരണം ഇന്ത്യയിൽ ഏവിയേഷൻ ബൂം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പല എയർക്രാഫ്റ്റുകൾക്കും രാത്രി പാർക്കിംഗ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കാരണം വലിയ ട്രാഫിക്കും ഇല്ല. ഈ അടുത്തുള്ള ജില്ലകളാണ് നോക്കുക. അടുത്തുള്ള ജില്ലകൾ അധികം NRIs ആണ് ഏറ്റവും കൂടുതൽ. പത്തനംതിട്ട, അത് കഴിഞ്ഞ് കോട്ടയം, അപ്പുറത്ത് കൊല്ലം, തിരുവനന്തപുരത്തിൻ്റെ വടക്കൻ ഭാഗം, ആലപ്പുഴ ടൂറിസ്റ്റ് ഏരിയയാണ്. അതുപോലെ സിവിലിയൻ എയർപോർട്ടാണ്. ഈ ശബരിമല സീസൺ മാത്രമല്ല, എപ്പോഴും 24 hours ആക്റ്റീവായിരിക്കും എയർപോർട്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഒത്തിരി അധികം വരാൻ സാധ്യതയുണ്ട്. ടൂറിസം സെക്ടർ മാറാനുള്ള സാധ്യത, വലിയ രീതിയിൽ ടൂറിസത്തിന് ബൂം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഈ കൊടുപ്പണ, അത് ചന്ദനപ്പള്ളി എന്ന ഭാഗത്ത് നിന്നും ഈ ഇടുക്കിയെ കണക്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് അതുമായിട്ട് ഈ മുണ്ടക്കയം വേറെ റൂട്ടിൽ കൂടെ പുതിയ ഹൈവേ ഉണ്ടാക്കി, ഗ്രീൻഫീൽഡ് ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യുക. അത് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ശബരിമലയിലെത്താനും അതേപോലെ ഇടുക്കി ജില്ല തേക്കടിയിലെത്താൻ വേണ്ടി സാധിക്കും. കാരണം ടണലടിച്ചാൽ മതി. കാരണം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ദീർഘവീക്ഷണമുള്ള ആൾക്കാർ ചിന്തിച്ച് നടപ്പാക്കുകയാണെങ്കിൽ, കാരണം ഇതിൻ്റെ അകത്ത് ലീഗൽ കോംപ്ലിക്കേഷൻ അതിൽ ഗവൺമെൻറ് ലാൻഡ് തന്നെയാണ്, അധികവും പരന്ന് കിടക്കുന്ന ലാൻഡ്. കാരണം ടേബിൾ ടോപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണെന്ന് റിപ്പോർട്ടുണ്ട്. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഗോവയിലും കാലിക്കറ്റും ആക്സിഡൻ്റ് ഉണ്ടായത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, കണ്ണൂർ എയർപോർട്ട് നഷ്ടത്തില്ല, കാലിക്കറ്റ് എയർപോർട്ട് നഷ്ടത്തിൽ. ആകെ ലാഭത്തിൽ പോകുന്നത് കൊച്ചിൻ എയർപോർട്ടും തിരുവനന്തപുരം എയർപോർട്ട്. ഈ 2 എയർപോർട്ടുകൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സ്ഥലം എടുക്കാനില്ല. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഗവൺമെൻറ് ലാൻഡാണ്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ പ്രാധാന്യം ഉണ്ടാവുകയും ഇതേപോലെ ഏവിയേഷൻ ഹബ്ബായി വരികയും ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് എയർലൈൻസിൻ്റെ റിപ്പയറും മറ്റുള്ള ഫെസിലിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടായിട്ട് ഈ കൊടുമൺ ചന്ദനപ്പള്ളി അങ്ങ് മാറും. ഈ പറയുന്ന പിണറായി വിജയൻ ഇത്രയും വർഷം, ഇപ്പം 10 വർഷം ഭരിക്കുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. ഇത് പെട്ടെന്ന് ഈ ലാൻഡ് ഗവൺമെൻറ്റിൻ്റെയാണ്, ഏതെങ്കിലും ഗ്ലോബൽ കമ്പനിക്ക് കൊടുക്കാവും. ഒരു കാരണവശാലും കേരള ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് ഓട്ടോണമസ് ആയിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കരുത്. അതിലേറ്റവും വലിയ തെളിവാണ് കണ്ണൂരിലെ ഫ്ലോപ്പ്. അതുപോലെ ഫർദർ എക്സ്പാൻഷന് ഒരു കാരണവശാലും സാധ്യതയില്ലാത്തൊരു എയർപോർട്ടായി കൊച്ചി മാറി. ഏതെങ്കിലും നല്ല ഗ്ലോബലായിട്ടുള്ള കൺസൾട്ടൻറ്റ് കമ്പനിക്ക് അവർക്കാണ് ഈ ഓപ്പറേഷൻസും അതായത് മുഴുവനും കൊടുക്കേണ്ടത്. ആ രീതി വരുവാണെങ്കിൽ ഈ 4-5ഓളം ജില്ല കണക്ട് ചെയ്ത് ഈ എയർപോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാഫിക്കുള്ള ഒരു എയർപോർട്ടായിട്ട് ഇതങ്ങ് മാറും. അപ്പം അതുമായി ചേർന്ന് വേറെ പല ബിസിനസ്സുകളുണ്ടാകാം, IT ഉണ്ടാകാം, മറ്റു പല ബിസിനസ്സുകളും. കാരണം അതിന് പൊട്ടൻഷ്യലായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ റൂട്ടായിട്ടങ്ങ് മാറും. ഇതിനുള്ള പോസിബിൾ ചാൻസാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കൊടുമൺ ചന്ദനപ്പള്ളി. അത് ഗവൺമെൻറ് ലാൻഡ്, ഗവൺമെൻറ്, കാരണം എസ്റ്റേറ്റിന് വലിയ നഷ്ടത്തിലാണ്. അപ്പം അവിടുന്ന് ഈ ശബരിമലയ്ക്ക് പെട്ടെന്നുള്ള റൂട്ട് ഉണ്ടാക്കും, 1 മണിക്കൂർ കൊണ്ട് എത്താൻ രീതിയിലുള്ള. കാരണം ഇപ്പം എരുമേലിയിൽ എയർപോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അവിടുന്ന് ശബരിമലയ്ക്ക് പോകാൻ 1.5 മണിക്കൂർ എടുക്കും. അതേസമയം ഇവിടെ എയർപോർട്ടാണെങ്കിൽ ഈ പെട്ടെന്ന് നല്ല റൂട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ അത് 1 മണിക്കൂറേ എടുക്കുകയുള്ളൂ. അപ്പം ആ രീതിയിൽ ഗവൺമെൻറ് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറുവള്ളിയേക്കാളിലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ മുന്നോട്ട് കാണുന്നത് ഈ കൊടുമൺ ചന്ദനപ്പള്ളി സ്ഥലമാണ്. കാരണം അതിനുള്ള പൊട്ടൻഷ്യൽ സാധ്യത വളരെ കൂടുതലാണ്. സ്ഥലമുള്ളത് കൊണ്ട് അവിടെ ശരിക്കും ആൾക്കാർക്ക് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കേരളത്തിൻ്റെ ടൂറിസം ആണെങ്കിലും മറ്റുള്ള ഇൻഡസ്ട്രി, അതായത് ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഹബ്ബ്, ഇന്ത്യയിലെ തന്നെ വലിയ ഹബ്ബാകാൻ ഈ പറയുന്ന പത്തനംതിട്ട ഈ കൊടുമൺ ചന്ദനപ്പള്ളി ഭാഗത്തിന് കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.